പന്തിനൊപ്പം പണം വാങ്ങുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ 2025 കണക്കനുസരിച്ച് ഫുട്ബോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണം വാങ്ങുന്ന 10 പേരെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. 2024 ലോക ഫുട്ബോളിൽ ഏറ്റവും പണം സമ്പാദിച്ച താരങ്ങളിൽ ഒന്നാമത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. പോയ വർഷം വരുമാനത്തിൽ റെക്കോർഡിട്ട താരങ്ങളെ പരിചയപ്പെടുത്തി ഫ്രഞ്ച് മാധ്യമമായ ഫുഡ് മാർക്കറ്റോയാണ് ലിസ്റ്റ് പുറത്തുവിട്ടത്. 263 മില്യൺ യൂറോ, അതായത് 2321 കോടി രൂപയുമായി 39-കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ വരുമാനത്തിന്റെ കാര്യത്തിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ്. റൊണാൾഡോ ഇപ്പോൾ സൗദി അൽ നാസർ ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത്. നൈക്ക് ഉൾപ്പെടെയുള്ള ബ്രാൻഡുകളുമായി താരത്തിന്റെ കരാർ നിലവിലുണ്ട്. അൽ നാസറുമായുള്ള കരാറിൽ നിന്ന് റൊണാൾഡോ 204 ദശലക്ഷം യൂറോയാണ് നേടിയിട്ടുള്ളത്. രണ്ടാമത്തെ താരമാണ് ലയണൽ മെസ്സി. 124 മില്യൺ യൂറോയുമായി ലയണൽ മെസ്സി ലിസ്റ്റിൽ രണ്ടാമതാണ്. നിലവിൽ US-ലെ ഇന്റർ മിയാമിക്ക് വേണ്ടിയാണ് താരം കളിക്കുന്നത്. അഡിഡാസ്, ആപ്പിൾ TV തുടങ്ങിയ ബ്രാൻഡുകളുമായുള്ള പങ്കാളിത്തത്തിലൂടെ ഏകദേശം 70 മില്യൺ യൂറോ മെസ്സി സമ്പാദിക്കുന്നുണ്ട്. 500 ദശലക്ഷത്തിലധികം ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സും സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയും മെസ്സിക്കുണ്ട്. 124 ദശലക്ഷം യൂറോയാണ് കഴിഞ്ഞ വർഷം താരത്തിന്റെ വരുമാനം. മൂന്നാമത്തെ താരമാണ് നെയ്മർ ജൂനിയർ. 101 മില്യൺ യൂറോ, അതായത് 891 കോടി രൂപ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ മൂന്നാമതായി പട്ടികയിലുണ്ട്. നിലവിൽ നെയ്മർ സൗദി അൽ ഹിലാൽ ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത്. 2024-25 സീസൺ വരെ താരം കരാറിലുമാണ്. 32-കാരനായ താരം പ്യൂമ പോലുള്ള ബ്രാൻഡുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. നാലാമത്തെ താരമാണ് കരീം ബെൻസമ. ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ കരീം ബെൻസമ സൗദി അറേബ്യയുടെ അൽ ഇത്തിഹാദിന്റെ ക്യാപ്റ്റനായി പന്ത് തട്ടുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന താരം വിവിധ കരാറുകളിൽ നിന്ന് ഏകദേശം 91.5 മില്യൺ യൂറോ സമ്പാദിക്കുന്നുണ്ട്. അഞ്ചാമത്തെ താരമാണ് കിലിയൻ എംബാപ്പെ. റയൽ മാഡ്രിഡിൽ കളിക്കുന്ന എംബാപ്പെ 2024 സമ്പാദിച്ചത് 732 കോടിയിലധികം രൂപയാണ്. ഫ്രാൻസിനെ യൂറോ 2024 സെമി ഫൈനലിലേക്ക് നയിക്കാൻ അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. താരം നൈക്കി, ലക്ഷറി ബ്രാൻഡായ ഡിയോർ ഉൾപ്പെടെയുള്ള പങ്കാളിത്തത്തോടെയാണ് ഇത്രയും വരുമാനം ഉണ്ടാക്കിയത്. ആറാമത്തെ താരമാണ് എർലിംഗ് ഹാലൻഡ്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി പന്ത് തട്ടുന്ന എർലിംഗ് ഹാലൻഡ് വരുമാനത്തിന്റെ കാര്യത്തിൽ 6ാം സ്ഥാനത്ത് നിലനിൽക്കുകയാണ്. കളിക്കളത്തിന് പുറത്തും വിവിധ സ്പോൺസർഷിപ്പുകളിലൂടെ ഹാലൻഡ് വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 ബൊറൂസിയ ഡോർമുണ്ടിൽ നിന്നാണ് താരം സിറ്റിയിലേക്ക് ചേർന്നത്. അതിനുശേഷം താരം പണം വാരുകയാണ്. ഏഴാമത്തെ താരമാണ് വിനീഷ്യസ് ജൂനിയർ. പട്ടികയിൽ 7ാം സ്ഥാനത്താണ് വിനീഷ്യസ് ജൂനിയർ. 24-കാരനായ ബ്രസീലിയൻ താരം 18 വയസ്സ് മുതൽ റയൽ മാഡ്രിഡിനൊപ്പമുണ്ട്. കൂടാതെ ഗോൾ സ്കോറിംഗ് മികവിന് പ്രശസ്തനാണ്. പെപ്സി, പ്ലേസ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ബ്രാൻഡുകളുമായി വിനീഷ്യസിനും കരാർ നിലവിലുണ്ട്. എട്ടാമത്തെ താരമാണ് മുഹമ്മദ് സലാഹ്. ലിവർപൂളിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറർമാരിൽ ഒരാളാണ് ഈജിപ്ഷ്യൻ താരമായ സലാഹ്. കളിക്കളത്തിന് പുറത്ത് വോഡാഫോൺ, അഡിഡാസ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുമായി സഹകരിച്ച് മുഹമ്മദ് സലാഹ് വൻ വരുമാനമാണ് ഉണ്ടാക്കുന്നത്. ഒമ്പതാമത്തെ താരമാണ് സാദിയോ മാനെ. സെനഗൽ താരമായ സാദിയോ മാനെ നിലവിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ 9ാം സ്ഥാനത്ത്. സൗദി അറേബ്യയിലെ അൽ നാസർ FC വേണ്ടിയാണ് താരം നിലവിൽ കളിക്കുന്നത്. സെനഗലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോററാണ് മാനെ. നിരവധി മുൻനിര കമ്പനികളുമായി താരം കരാറിലുമാണ്. 10ാമതായി നിൽക്കുന്നത് കെവിൻ ഡി ബ്രോയിന. ബെൽജിയം താരം നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. 33-കാരനായ മിഡ്ഫീൽഡർ അൽ നാസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകളുമുണ്ട്. നൈക്കി, മക്ഡൊണാൾഡ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുമായി ഡി ബ്രോയിന കരാറിലുമുണ്ട്. ഈ താരങ്ങളാണ് നിലവിൽ 2025 ലോക റെക്കോർഡുകളുമായി പണം വാരുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടക്കാൻ ഇതുവരെ ആരും മുതിർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.